അവസാനം ആ വിഷയത്തിൽ നാണം കെട്ട് കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരികയും ചെയ്ത ഒരു ദയനീയമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. വിനോദിനി ബാലകൃഷ്ണന്റെ സഹോദരനെ ഒരു ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തൊരു സംഭവം അന്ന് നടക്കുകയുണ്ടായി. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും ഒരുമിച്ച് ഒരു വക്കീൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജ് പിണറായി വിജയന്റെ മകൾക്കെതിരെ കേസുമായി പോകുമ്പോൾ. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ P വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ വിശദീകരണവുമായി PC ജോർജിന്റെ മകനും ജനപക്ഷം നേതാവുമായ ഷോൺ ജോർജ്. എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്തൊക്കെ താൻ എത്തിക്കുമെന്നും ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല എന്നും പറഞ്ഞ ഷോൺ ജോർജ് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്തും സംഭവിക്കുമെന്നും തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ പോലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ 5 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. അന്തരിച്ച CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജുമാണ് വീണയ്ക്കെതിരെയുള്ള കേസിന് പിന്നിലെന്നാണ് പിണറായിയുടെ അടുപ്പക്കാർ ആരോപിക്കുന്നത്. എന്നാൽ തങ്ങൾ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഈ കേസ് തങ്ങളുടെ സൗഹൃദ ബന്ധവുമായി കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കേണ്ട എന്നും ഷോൺ ജോർജ് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് ബിനീഷിനെതിരെയുള്ള കള്ളപ്പണ വെളുപ്പിക്കൽ കേസും ബിനോയ്ക്കെതിരെയുള്ള സ്ത്രീപീഡന കേസും വിവാദമാകുന്നത്. ഈ വിവാദങ്ങൾക്ക് മറുപടി നൽകേണ്ടുന്ന ചുമതല കോടിയേരിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് പാർട്ടി കയ്യൊഴിയുന്നതോടെ കോടിയേരിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾക്കെതിരെ തെളിവുകളടക്കം മാസപ്പടി വാങ്ങിയ വിഷയം പുറത്തു വന്നിട്ടും പിണറായിയെയും മകളെയും വെള്ളപൂശാനാണ് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനും EP ജയരാജനും അടങ്ങുന്ന നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ DNA ന്യൂസിനോട് പ്രതികരിക്കുന്നു. ഹലോ, നമസ്കാരം. KM ഷാജഹാൻ സാറല്ലേ? സാർ, ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് കരുതുന്നു. ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട്, പക്ഷെ അതിലിപ്പോൾ വലിച്ച് ഇഴയ്ക്കപ്പെട്ടിരിക്കുന്നത് ബിനീഷ് കോടിയേരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പേരും കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതൊരു വാസ്തവമല്ലേ സാർ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് അതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജും കോടിയേരി ബാലകൃഷ്ണനും മകനും ഒരുമിച്ചാണ് കോടതി ഒരു വക്കീൽ ഓഫീസിൽ തുടങ്ങിയത് എന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഷോൺ ജോർജും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കൂടി ചേർന്നാണ് ഇത് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഇങ്ങനൊരു ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ചർച്ച നമുക്ക് പൂർണ്ണമായും നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിഷേധിക്കാൻ കഴിയുകയുമില്ല. അതിന് ഉള്ള ചില സാഹചര്യ തെളിവുകൾ, ഈ നിയമഭാഷയിൽ പറഞ്ഞാൽ ചില സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളുണ്ട്. അത് ഞാൻ പറയാം. അതിനകത്ത് ഒരു 2 വിഷയങ്ങൾ ഉണ്ട്. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഈ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള ഈ കേസിൽ താല്പര്യം ജനിക്കാൻ 2 കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ട് ആരോപണം ഉയർന്നു വന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെയും അതുപോലെ തന്നെ അയാളുടെ മൂത്ത സഹോദരൻ ബിനോയ് കോടിയേരിക്കെതിരെയും അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അതിൽ തന്നെ ബിനീഷ് കോടിയേരിയെ കുറിച്ച് നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ, ഞാൻ ആ ആരോപണങ്ങളിലേക്ക് വരാം, അതിന് മുമ്പ് തന്നെ ബിനോയ് കോടിയേരിയെ കുറിച്ചിട്ട് അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം ഉയർന്നു വന്നത് ബിനോയ് കോടിയേരി എന്തോ 13 കോടി രൂപ വിദേശത്ത് ആർക്കോ കൊടുക്കാനുണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നുകൊണ്ട് അയാളെ അവിടെ തടഞ്ഞു വെച്ചു എന്നൊക്കെ ഉള്ള നിലയിലുള്ള ആരോപണങ്ങൾ ആദ്യം ഉയർന്നു വന്നിരുന്നു. ആ ഉയർന്നു വന്ന സമയത്തൊക്കെ തന്നെ അതിനെ ന്യായീകരിക്കാനും ബിനോയ് കോടിയേരിയെ പിന്തുണയ്ക്കാനും ഒക്കെ
ഉള്ള ഉത്തരവാദിത്വം അന്ന് കോടിയേരി ബാലകൃഷ്ണനിൽ മാത്രമാണ് നിക്ഷിപ്തമാക്കപ്പെട്ടത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ മുന്നിട്ടിറങ്ങി വന്ന് ആ വിഷയത്തിൽ തന്റെ മകനെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു. അതിനെ തുടർന്നിട്ട് അന്വേഷണങ്ങൾ വന്നു. അവസാനമായിട്ട് പരപ്പനഹാരത്തിൽ അടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ സാഹചര്യമൊക്കെ ഉയർന്നു വന്ന സമയത്ത് ബിനീഷ് കോടിയേരിയെ പിന്തുണയ്ക്കേണ്ട ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനിൽ മാത്രം നിക്ഷിപ്തമാക്കപ്പെടുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരിക്കെതിരെ അന്ന് ആരോപണം ഉയർന്നു വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പിന്തുണയുമായി പിണറായി വിജയനോ അല്ലെങ്കിൽ എം പി ഗോവിന്ദന്മാർക്കോ ഇ.പി. ജയരാജനോ ഒരു സമുന്നത നേതാവ് പോലും അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മകനെതിരെ ഈ മയക്കുമരുന്ന് ഇതുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉയർന്നു വന്നപ്പോൾ അയാളെ ന്യായീകരിക്കാൻ ഒരാളുമില്ലായിരുന്നു എന്ന് മാത്രമല്ല, അത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അതിനെ ന്യായീകരിക്കട്ടെ എന്നൊരു നിലപാടെടുക്കുകയും അവസാനം ആ വിഷയത്തിൽ നാണം കെട്ട് കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരികയും ചെയ്ത ഒരു ദയനീയമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കോടിയേരി ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ദീർഘകാലം പതിറ്റാണ്ടുകളായി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരവും AKG സെന്ററും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം, ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ മക്കളുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എല്ലാം ആഗ്രഹം പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം നേരെ കണ്ണൂർ കൊണ്ടുപോയി അവിടെ അടക്കുകയാണ് ചെയ്തത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം പയ്യാമ്പലത്ത് കടപ്പുറത്താണ് അടക്കിയത്. അവിടെയാണ് നായനാരുടെയൊക്കെ ഭൗതിക ശരീരമൊക്കെ ഉള്ളത്. ആ ഭൗതിക ശരീരം അടക്കിയ സ്ഥലം ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഒരു വർഷം കിടക്കുകയും അവിടെ ബീഡിക്കുറ്റിയും കള്ളുകുപ്പിയും ഒക്കെ കിടക്കുന്ന ഒരു സാഹചര്യം അവിടെ പയ്യാമ്പലത്ത് കോടിയേരി ബാലകൃഷ്ണൻ സമുന്നതനായ നേതാവിന്റെ ഭൗതിക ശരീരം അടക്കിയ സ്ഥലത്ത് അന്ന് നടന്നത് എല്ലാവരും കണ്ടതാണ്. അപ്പൊ ഈ മൂന്ന് വിഷയങ്ങൾ, ആദ്യം ബിനീഷ് കോടിയേരിക്കെതിരെയും ബിനോയ് കോടിയേരിക്കെതിരെയും കോടിയേരി ബാലകൃഷ്ണൻ തന്നെത്താനെ വന്ന് ന്യായീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒന്ന്, അന്ന് കോടിയേരി ബാലകൃഷ്ണനെ പിന്തുണയ്ക്കാൻ ഒരു സമുന്നത CPM നേതാവ് ഇല്ലാതിരുന്ന വിഷയം ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായിട്ട് ഈ മയക്കുമരുന്ന് കേസ് വന്ന സമയത്ത് അത് സ്വന്തമായി ന്യായീകരിക്കാനായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ മാത്രം നിർബന്ധിതനാവുകയും അയാൾക്ക് അന്ന് നാണം കെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോവുകയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ അയാളുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് വെക്കാതിരുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പിന്നീട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. അതെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് അവർക്ക് വലിയ അതിർത്തി കുടുംബത്തിലുണ്ടായിരുന്നു. കുടുംബം എന്നല്ല, അയാളുടെ ഭാര്യ മലയാള മനോരമയുമായി ബന്ധപ്പെട്ട് വന്ന ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ഈ കാര്യം പരസ്യമായി പറയുകയുണ്ടായി. ആ പറഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും മറ്റോ ആണ് ഈ പറഞ്ഞ വിനോദിനി ബാലകൃഷ്ണന്റെ സഹോദരനെ ഒരു ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തൊരു സംഭവവും അന്ന് നടക്കുകയുണ്ടായി. അപ്പം മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പ്രധാനപ്പെട്ട കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പിണറായി വിജയനായിട്ട് വലിയ തോതിലുള്ള ഒരു അത് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതുമായി ചേർത്ത് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ സംരക്ഷിക്കാൻ അച്ഛൻ മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ടവനായിട്ടുള്ളതും അച്ഛന്
പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തുപോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളല്ല, അത് ഫൈൻഡിങ്സ് ആണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആരോപണങ്ങളുടെ ഒരു തലത്തിലാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരെ കൃത്യമായി ഒരു 3 അംഗ ബെഞ്ചിന്റെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിന്യായത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ട് കൂടി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ സംരക്ഷിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വരികയും കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചു പോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മകളെ ന്യായീകരിക്കാനായി നിരന്തരമായി MP ഗോവിന്ദൻ മാസ്റ്റർ, EP ജയരാജൻ, AK ബാലൻ, എന്തിനു പറയുന്നു MA ബേബി പോലും പിണറായി വിജയന്റെ മകളെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുക. എന്തുകൊണ്ടാണ് ഈ കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള വളരെ മുതിർന്ന ഒരു നേതാവിന് പോലും കിട്ടാത്തൊരു സപ്പോർട്ട് പിണറായി വിജയന് കിട്ടുന്നത്? അല്ല, അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കുമൊക്കെ വലിയ തോതിലുള്ള അതൃപ്തി മാത്രമല്ല, വലിയ തോതിലുള്ള പക തന്നെ പിണറായി വിജയനോടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ദിനേശ് കോടിയേരിയും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും ഒരുമിച്ച് ഒരു വക്കീൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജ് പിണറായി വിജയന്റെ മകൾക്കെതിരെ കേസുമായി പോകുമ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഒരു താല്പര്യമുണ്ടാവുകയില്ലേ എന്ന് ദോഷൈക ദൃഷ്ടിയുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ പൂർണ്ണമായി കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക്. അല്ല, അതൊരു ആരോപണമായി മാത്രം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? മനുഷ്യരാകുമ്പോൾ എന്തായാലും അവരുടേതായ ഒരു വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ കോടിയേരിയുടെ ഇന്നത്തെ ഈ ആരോഗ്യസ്ഥിതി എത്രയും പെട്ടെന്ന് തന്നെ വഷളാവാനും അദ്ദേഹം മരണപ്പെടാനും ഒക്കെ ഒരു പരിധിവരെ കാരണം അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ വന്ന ആരോപണങ്ങളും അതുമൂലമുണ്ടായിരുന്ന തുടർ നടപടികളും ഒക്കെ അല്ലേ? അത് തീർത്തും ശരിയാണെന്നുള്ളതിന് വേറെ തെളിവുകളും. അതായത് ഈ ശാസ്ത്രീയമായി തന്നെ ഒരു രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസവും മനോവേദനയും ഒക്കെ ആ രോഗത്തെ കൂടുതൽ തീവ്രമാക്കുമെന്നുള്ളതിന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തന്നെയുണ്ട്. കോടിയേരി ബാലകൃഷ്ണന് ക്യാൻസർ ആയിരുന്ന അവസരത്തിലാണ് ഇതുപോലുള്ള പ്രതിസന്ധികൾ വന്നത്. അപ്പൊ സ്വാഭാവികമായും ആ ക്യാൻസർ മൂർച്ഛിക്കാനൊക്കെ ഇത് സഹായകരമായി എന്നുള്ളത് സംബന്ധിച്ച് സംശയമൊന്നുമില്ല. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ട്. ഇനി അതിന് ശേഷം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MP ഗോവിന്ദൻ മാസ്റ്ററെ, അതായത് കോടിയേരി ബാലകൃഷ്ണന് വളരെ ഗുരുതരമായിട്ടുള്ള രോഗബാധിതനായി അദ്ദേഹം കിടക്കുന്ന സമയത്താണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതും MP ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് MP ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയത് എന്നുള്ള വിവരവും പാർട്ടിക്കകത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ വളരെ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നപ്പോൾ MP ഗോവിന്ദനും സീതാറാം യെച്ചൂരിയും കൂടെ കോടിയേരി ബാലകൃഷ്ണൻ കാണാൻ ചെന്നിരുന്നുവെന്നും അത് കാണാൻ ചെന്നിരുന്നു. അപ്പൊ എന്തിനാണ് അവരെന്നെ കാണാമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഗോവിന്ദനെ സെക്രട്ടറി ആക്കുന്നത് പറയാൻ വേണ്ടി ആയിരിക്കും അവർ കാണാൻ വരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അവർ കോടിയേരി ബാലകൃഷ്ണനെ കണ്ട അവസരത്തിൽ സീതാറാം യെച്ചൂരിയോ MP ഗോവിന്ദനോ MP ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കി തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നില്ല എന്നുള്ള വിവരവും പാർട്ടിക്കകത്ത് ലഭിക്കും. അപ്പൊ സ്വാഭാവികമായി എല്ലാ അർത്ഥത്തിലും കോടിയേരി ബാലകൃഷ്ണനെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു കാര്യം സാർ അതിനകത്ത് ഇടപെട്ടോട്ടെ. കാരണം ഷോൺ ജോർജിന്റെ മൊബൈൽ ഫോൺ സർക്കാർ ചോർത്തുന്നു എന്നൊരു സംശയം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിനീഷ് കോടിയേരിയുടെ ഫോണും ചോർത്താൻ സാധ്യതയില്ലേ? അത് 100%. അത് 100%. കാരണം ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് അത്തരത്തിലുള്ള യാതൊരു ഉളുപ്പുമുള്ള ഒരു ഗവൺമെന്റാണ്. അതായത് ബിനീഷ് കോടിയേരിയുടെ ഫോൺ ചോർത്താനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദ് ബാലകൃഷ്ണൻ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് വെക്കാത്തതിലൊക്കെ ഉള്ള അതൃപ്തി പ്രകടിപ്പിച്ചതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ
കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ സഹോദരൻ വിനയകുമാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആണ്. അയാളുടെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഒരു കള്ളച്ചീട്ടുകളിൽ അറസ്റ്റ് ചെയ്തു. മനസ്സിലായി. അപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ അനിയനെ ഇതുപോലെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് സ്വാഭാവികമായും പിന്നെ ബിനീഷ് കോടിയേരിയുടെ ഫോൺ ചോർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമായി തീരും. കാരണം പല കാര്യങ്ങളും അച്ഛൻ മുഖേനയും മറ്റും പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളായിരിക്കണം ബിനീഷ് കോടിയേരി. അദ്ദേഹം അത് കോടിയേരി കുടുംബം അത് പുറത്തുവിടാൻ സാധ്യതയില്ലേ അങ്ങനെയാണെങ്കിൽ? ഇല്ല, അത് ഈ കോടിയേരി കുടുംബത്തിനുള്ളൊരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, കോടിയേരി കുടുംബവും ഒരുപാട് അനധികൃതമായിട്ടുള്ള കാര്യം മനസ്സിലായി, ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ബിനാമിയായിട്ട് നടന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ബിനീഷ് കോടിയേരിക്കുണ്ട്. അതുകൊണ്ട് ബിനീഷ് കോടിയേരിക്ക് ഈ പിന്നെ പിണറായി കുടുംബത്തിനെതിരെ പുറത്തു വന്ന് എന്തെങ്കിലും ചെയ്യാൻ ഉള്ള ധൈര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നാമ്പുറത്തുകൂടി പിണറായിയുടെ കുടുംബത്തിനെതിരായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ ബിനീഷ് കോടിയേരി നടത്തുമോ എന്നുള്ള സംശയം പിണറായി ക്യാമ്പിൽ ഉണ്ടാവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിയുടെ ഫോൺ ചോർത്തുന്നുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഷോൺ ജോർജിന്റെ ഫോൺ ചോർത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഷോൺ ജോർജ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ സാഹചര്യ തെളിവുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരിക്ക് വലിയ താല്പര്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് ഒരു കാരണവശാലും തള്ളിപ്പറയാൻ കഴിയും. അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ പല സംശയങ്ങളാണ് പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിലുള്ളവരാണ് PC ജോർജിന്റെ മകനും ബിനീഷ് കോടിയേരിയും. അവര് ഒരു യാദൃച്ഛികമായിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരമോ അവരൊരു ഒരു നിയമ സംവിധാനം ഉണ്ടാക്കുന്നു. അവരതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം അവരിപ്പോ ഒരു സ്ഫോടനം പോലെ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നു. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കേരള രാഷ്ട്രീയം, അതായത് കേരള രാഷ്ട്രീയം എന്നിപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നിർവചിക്കാമെങ്കിൽ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയം അത് കൂടുതൽ കലുഷമാകാനാണ് സാധ്യത, അല്ലേ സാർ? അതിനുള്ളൊരു സാധ്യത. കാരണം വെച്ചാൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ സങ്കീർണതകളിലേക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കൂടുതൽ സങ്കീർണതകളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് താങ്കൾക്ക് നന്ദി.